ഇപ്പോൾ ഈ ഗാമ ട്രേഡേഴ്സിന്റെ ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ഈ ഗാമ ട്രേഡേഴ്സിന്റെ ഉടമയാണ്. കാലപ്പഴക്കം എന്ന കെട്ടിടമാണല്ലോ. ഈ ജബ്ബാർ നിങ്ങൾ തൊഴിലാളിയാണ്? നമ്മൾ തൊഴിലാളിയാണ്. എത്ര വർഷമായി ജബ്ബാറിന്റെ കൂടെ ഇപ്പോൾ ഒരു 7 വർഷം പോലായി. ഞാനിവിടെ ഷോപ്പ് കൊടുത്താൻ തുടങ്ങിയിട്ട് 25 വർഷമായി. നിങ്ങളുടെ ഗോഡൗൺ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഗോഡൗൺ ഒരു 15 വർഷങ്ങളായി, 10-18 വർഷമായി. അപകട ഭീഷണിയുള്ള കെട്ടിടമായിരുന്നു. അപ്പോൾ അവർ വന്ന് ഇടയ്ക്ക് പാച്ച് വർക്കൊക്കെ നടത്തും. എല്ലാ സമയത്തും ബന്ധപ്പെട്ടുള്ള പാച്ച് വർക്കൊക്കെ നടത്തും. കോർപ്പറേഷൻ നടത്താറുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അപകട ഭീഷണി ആയതുകൊണ്ട് അവരത് സ്വയം തിരിച്ചെടുത്ത് പൊളിച്ച് കഴിഞ്ഞ കൊല്ലം പേപ്പറിലൊക്കെ വന്ന വിഷയമാണ്. അതായത് ബിൽഡിംഗ് ഒന്നായിട്ട് പണിയണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് നോട്ടീസ് തന്നില്ല. മറ്റു കടകൾ എല്ലാ കടമുറികളും പലതും ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിപ്പോൾ ഈ ശ്രീ ഗണേശ് എന്ന് പറയുന്ന ആളത് ഇപ്പോൾ ഒരു മാസം കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അവർക്കൊക്കെ അറിയെങ്കിൽ അവർ ചെയ്യില്ലല്ലോ. ഇത് യാദൃശ്ചികൻ്റെ സൺഷെയ്ഡിൻ്റെ വെയിറ്റ് കൊണ്ട് ബിൽഡിംഗ് ഇനിയും നിൽക്കും. അതായത് ഒരു സംശയം, ഈ പൊളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ തീരുമാനിച്ചാണ്, അപകട ഭീഷണിയുള്ള കെട്ടിടമാണ്. പിന്നെ ഈ ശ്രീ ഗണേശൻ ഇങ്ങനെ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് അവരവിടെ 25 വർഷമായിട്ട് സ്റ്റാർട്ടിങ് മുതലേയുള്ള കൈവശക്കാരനാണ്. അയാൾ പുതുതായിട്ട് ഒരാളെയും ചേർത്തുകൊണ്ട് കച്ചവടം തുടങ്ങി നിർത്തി പൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥാപനമാണ്. റിനീവേഷന് വേണ്ടിയിട്ട് പെർമിഷൻ വേണ്ടേ കോർപ്പറേഷന്റെ? വേണ്ടി വരും. അതായിട്ട് എനിക്കറിയില്ല. അത് ഞാനായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല. എല്ലാ കൊല്ലവും വാടക അടക്കുന്നുണ്ട്. ഓരോ മാസം അടക്കുന്നുണ്ട്. ഞങ്ങളോട് വാടക അടക്കണ്ടെന്ന് പറഞ്ഞില്ല. ഓരോ മാസം അടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഫൈനാണ്. അപ്പോൾ അത് കാരണം എല്ലാ മാസവും 5-ാം തീയതി ഓരോ 5-ാം തീയതി തന്നെ ഞങ്ങളോട് വാടക അടക്കുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വാടക തരണ്ടാന്നോ ഒയ്യാണോ ഒന്നും ഇതുവരെ നോട്ടീസൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അപകട ഭീഷണി കെട്ടിടായിരുന്നു. നിങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിട്ടില്ല? അല്ല, അതിൽ ഈ അപകട ഭീഷണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബിൽഡിംഗ് നോക്കി ഒന്നും പറ്റിയിട്ടില്ല. മുമ്പിലേക്കുള്ള സൺഷെയ്ഡാണ് യാദൃശ്യമായിട്ട് ഒന്നായിട്ട് പൊളിഞ്ഞു വീണത്. അതിപ്പോൾ പുതിയ ബിൽഡിങ്ങിലും പൊളിഞ്ഞു വീഴുന്നില്ലേ? നമ്മളറിയാൻ നമ്മളതിൻ്റെ ഉള്ളിൽ പോകും. നമ്മളെല്ലാവരും ഇപ്പം എൻ്റെ 3 വണ്ടിയും നമ്മളെല്ലാവരും അതിനകത്ത് പോയി അങ്ങോട്ടും കയറി കളിക്കുന്ന സ്ഥലമാണ്. എന്തോ ഭാഗ്യത്തിന് കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളും സൺഷെയ്ഡിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ പൊളിഞ്ഞു വീഴും. അത് കാരണമാണ് അവർ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അവർ തന്നെ പൊളിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അവർ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. ഗോഡൗൺ അവിടെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും തൊഴിലാളികൾക്കും ഒക്കെ അവിടെ ബന്ധപ്പെടേണ്ടി വരില്ലേ കെട്ടിടങ്ങൾ? തീർച്ചയായും. ഇത്രയും ഇതിപ്പോൾ നടന്നിരിക്കുന്നത് വലിയൊരു അപകടമാണ്. അപ്പം നമ്മളിപ്പോൾ ചെറുതായിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊന്നും നമ്മളിപ്പോൾ നമ്മളെ ജീവനായിട്ട് കളിക്കുമോ? നമുക്കറിയാം. അപ്പം അത് ഭയങ്കര സംഭവമാണ്. നമ്മളവിടെ മാറില്ലേ? അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് കോർപ്പറേഷൻ ഒരു കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തോളം ബലമുണ്ട് എന്നൊക്കെ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനൊക്കെ അറിയാവുന്നതല്ലേ? അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി. ഇവിടുത്തെ നാട്ടിലെ നടപ്പ് ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അത് എല്ലാ കോർപ്പറേഷൻ്റെ സംഗതി അങ്ങനെ തന്നെയാണ്. ആർക്കും പൊളിക്കൽ വൈകിയത് എന്തുകൊണ്ടാണ് അതറിയില്ല. അതൊക്കെ അവരെ വ്യാപാരികൾ കോടതിയെ സമീപിച്ചു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇല്ല, അതിനെതിരെ ആരും പോയിട്ടില്ല. അല്ല, അവര് ഗണേശ് ഏജൻസീസ് അയാളെ ഒരു സ്റ്റേ നിലവിൽ നിൽക്കുന്നുണ്ട്. അതായത് ഒഴിയാറ്റത് പൊളിക്കാനുള്ള അനുമതി കൊടുക്കാതെ കോർട്ട് പോയിട്ടുണ്ടായിരുന്നു. അയാളൊരു സ്റ്റേയിൽ മേലത് ഇതുവരെ നിന്നത്. ഇനിയിപ്പോൾ എന്താ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്കിപ്പോൾ അറിയില്ല. ഈ ജബ്ബാറിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയാം. അവർ 3 പെൺപിള്ളേരാണ്. അവർ കല്യാണമൊക്കെ കഴിഞ്ഞു. ആളേകദേശം ഇപ്പോൾ കുറച്ച് ഫ്രീ ആണ്. ബാക്കി അവരുടെ കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ടാണോ കുടുംബം? തീർച്ചയായും 100%. കുടുംബം തീർച്ചയായും ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് അയാളുടെ കുടുംബം പോറ്റുന്നത്. ഇത് ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും തണലിന് വേണ്ടി അവിടെ നിൽക്കുന്ന ആളുകളാണ്. ഈ ബിൽഡിംഗ് ഗോഡൗണിലൊന്നും ആളുകളുണ്ടാവില്ല. സാധനം എടുക്കാൻ വേണ്ടി കയറുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതല്ലാതെ ഇവിടെ വരുന്ന കയറ്റുറക്കാരൊക്കെ തന്നെ അവിടെ സമ്മേളിക്കും. വാർത്ത പറയും, പേപ്പർ വായിക്കും. അങ്ങനെ പലരും ഉണ്ടാവും. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ 3 ആൾ പെട്ടു. തീർച്ചയായും രതീഷ് ഈ ഗാമ ട്രേഡേഴ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ പേര് അവർ ഈ സൺഷെയ്ഡൊക്കെ അവർ കണ്ടിട്ടുള്ളതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ അവർ പൊളിക്കാൻ വെച്ചതുകൊണ്ടായിരിക്കാം ഒന്ന് ചോദിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു നോട്ടീസും കാര്യമൊന്നും തന്നിട്ടൊന്നുമില്ല. വലിയ ഗൗരവമായി തോന്നുന്നത് അത്ര ഒരു ഗൗരവമായിട്ട് തോന്നുന്ന വിഷയമാണ്. നമ്മളെല്ലാം അങ്ങോട്ട് പോകും. നമ്മളെ ജീവനം കൊണ്ട് നമ്മൾ കളിക്കുമോ? അതൊരു ചോദ്യമാണ്. അസ്ലം. ഓക്കെ, ഈ ഗാമ ട്രേഡേഴ്സിൻ്റെ ഉടമ അസീമാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയാണ്, അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളിയാണ് ഈ മരിച്ച ജബ്ബാർ എന്നുള്ളത്. അദ്ദേഹം ഒരു 7-8 വർഷമായി ഇവിടെ തൊഴിലാളിയായിരിക്കുകയാണ്. 3 പെൺകുട്ടികളാണുള്ളത്. ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ജബ്ബാർ. ജബ്ബാറിൻ്റെ തൊഴിലെടുത്തുകൊണ്ടൊരു വരുമാനമാണ് ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ആ അത്താണിയാണ് ഇല്ലാതായത്. ഒപ്പം തന്നെ മറ്റു 2 പേരും അഷ്റഫും ബഷീറും ഈ തൊട്ട് മുമ്പിലുള്ള ആ സമീന മോൾ എന്നുള്ള ആ ലോറിയുടെ
ഡ്രൈവറാണ് അഷ്റഫ്, ബഷീർ. അവിടുത്തെ ആ ലോറിയിലേക്ക് ലോഡുകൾ കയറ്റിയിറക്കുന്ന തൊഴിലാളിയാണ് അഷ്റഫ്. മനസ്സിലാക്കുന്നിടത്തോളം രണ്ടുപേരും കയറ്റിറക്കി ജോലി കഴിഞ്ഞ് അവിടെ വാഹനം പാർക്ക് ചെയ്ത് ഒരു സൈഡിൽ പാർക്ക് ചെയ്ത് വിശ്രമിക്കുകയായിരുന്നു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴാണ് അപകടമുണ്ടായത്.